സംസ്ഥാനത്ത് ലഹരി മാഫിയ വേരുറപ്പിച്ചത് കലാലയ രാഷ്ട്രീയത്തിലൂടെയാണെന്നും മയക്കുമരുന്ന് മാഫിയയെ കേരളത്തിൽ സജീവമാക്കിയത് സിനിമാ മേഖലയാണെന്നും സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. ഇപ്പോൾ നടക്കുന്ന ലഹരിവേട്ട പ്രഹസനമാണ്. ഈ രീതി തുടർന്നാൽ കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കും. സ്ത്രീകൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദുരവസ്ഥയാണ് കേരളത്തിലെന്നും സ്വാമി ഹിമവൽ ഭദ്രാനന്ദ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി കിടക്കാൻ പറ്റുന്നില്ല, അമ്മമാർക്ക് കിടക്കാൻ പറ്റുന്നില്ല, സഹോദരിമാർക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. മക്കൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായുള്ളൊരവസ്ഥയിലൂടെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മലയാളി മുന്നോട്ട് പോകുന്നത്. പണ്ട് റിപ്പർ ചന്ദ്രനെയും റപ്പായിനെയൊക്കെ പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ സ്വന്തം മക്കളെ തന്നെ എങ്ങനെ കാണണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ 1950 ടിബറ്റനിൽ ചൈന പ്രയോഗിച്ച ഒരു രീതിയുണ്ട്. ടിബറ്റൻ ഏരിയയിലെ ആൾക്കാരെ എല്ലാം ആ വംശത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ചൈന ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തതുപോലെ ഈ കേരളത്തിൻ്റെ യുവതലമുറയെ ഇല്ലാണ്ടാക്കാൻ ഏത് ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് സർക്കാർ കണ്ടെത്തണം.